കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. സൂറത്തുൽ കഹ്ഫിന്റെ 109ാമത്തെ ആയത്തായിട്ട് നമ്മളൊക്കെ ഓതിയിട്ടുണ്ട്. ഖുല്ലൗ കാനൽ ബഹറു, പറഞ്ഞു കൊടുക്കൂ നബിയെ, സമുദ്രം മുഴുവനും മിദാദൻ ലികലിമാതി റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾക്കുള്ള മഷിയായി മാറിയാൽ. ഖുർആനിന്റെ വചനങ്ങൾ വിശദീകരിക്കുന്നതിന് മഷിയാക്കി അള്ളാഹു സമുദ്രങ്ങളെ മുഴുവനും കൊടുത്തു. ഭൂമിയുടെ 3 ഭാഗവും സമുദ്രല്ലേ, ഒരു ഭാഗം മാത്രമല്ലേ കരയുള്ളൂ. ആ 3 ഭാഗങ്ങളും അള്ളാഹു തആല മഷിയാക്കി കൊടുത്തു. എന്നിട്ട് ആ മഷി ഉപയോഗിച്ച് ഇവിടെയുള്ള മരങ്ങളൊക്കെ പേനയാക്കി ഉപയോഗിച്ച് എല്ലാ വിദ്യാസമ്പന്നരും ഒരുമിച്ചിരുന്ന് അവര് വിശ്രമമില്ലാതെ എഴുതാൻ തുടങ്ങി. എന്താണ് എഴുതുന്നത്? കലിമാത്തു റബ്ബി, റബ്ബിന്റെ വചനങ്ങളുടെ വിവക്ഷ, വിശുദ്ധ ഖുർആനിന്റെ അകപ്പൊരുളുകൾ എഴുതി ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ തുടങ്ങിയാൽ ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ വിവക്ഷിച്ച് തീരുന്നതിന്റെ മുമ്പ് സമുദ്രം വറ്റി വരണ്ടുപോകും. അതിലുള്ള ജലാശയങ്ങൾ മഷിയാകാൻ മതിയാവുകയില്ല. വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ, ഇതുപോലത്തെ സമുദ്രങ്ങൾ വീണ്ടും 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 എത്രയോ നമ്മൾ ആവർത്തിച്ച് നൽകിയാലും റബ്ബിന്റെ വചനങ്ങൾ വിവക്ഷിച്ച് തീർക്കാൻ, അള്ളാഹുവിന്റെ കലാമിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു തീർക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിന്റെ ആഴം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടത്തേക്കാണ് അല്ലാഹു തആല ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുത്തത്. എത്രമാത്രമാണ് അറിവിന്റെ ആഴം! ആ അറിവിന്റെ ആഴത്തിൽ നിന്ന് ഒരു ചെറിയ മുങ്ങി എടുക്കുന്ന ചെറിയ മുത്തുമണികൾ മാത്രം പെറുക്കിയെടുത്ത് ജീവിതത്തിൽ സൂക്ഷിക്കുന്നവരും വിതരണം ചെയ്യുന്നവരുമാണ് അന്നു മുതൽ ഇന്നോളം ഇനി വരുന്ന കാലത്തൊക്കെ ലോകത്ത് ജീവിക്കുന്ന ആലിമീങ്ങളും പണ്ഡിതന്മാരും എല്ലാ മുഅ്മിനീങ്ങളും. അവർ പഠിക്കുന്ന അത്രയേ ഉള്ളൂ. അപ്പൊ വിശുദ്ധ ഖുർആൻ ലോകത്ത് വിളംബരം ചെയ്യുന്ന ഇൽമ്, ഖുർആൻ ലോകത്തോട് പഠിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ, അധ്യാപനങ്ങൾ, പ്രവചനങ്ങൾ, അത് വിശദീകരിച്ച് തീർക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ മഹത്വം, ഖുർആൻ എല്ലാറ്റിനെയും അതിജയിക്കുന്ന, ഏത് പ്രവചനങ്ങളെയും ഏത് ശാസ്ത്രതലങ്ങളെയും അതിജയിക്കുന്ന തരത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിവരങ്ങൾ, ജ്ഞാനങ്ങൾ വല്ലാത്ത അത്ഭുതം തന്നെയാണ്, മഹാത്ഭുതമാണ്. വിജ്ഞാനങ്ങൾക്ക് വേണ്ടി, സർവ വിജ്ഞാനങ്ങൾക്ക് വേണ്ടിയും ആരും മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലേക്കാണ്. ഇന്നും ഖുർആനിന്റെ ആ പ്രഖ്യാപനമാണ് ലോകത്തെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം വിശുദ്ധ ഖുർആനിന്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ച വചനങ്ങളെ കുറിച്ച് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് ഓരോ വർഷം കൂടുമ്പോഴും സൗന്ദര്യം മാറി വരികയാണ്, അവസാനിക്കുന്നില്ല. എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ ലോകത്ത് വന്നാലും അല്ലാഹു തആല ആദ്യമായി നിർദ്ദേശിച്ച നിർദ്ദേശം ഓതണം, വായിക്കണം. വായന അസ്തമിക്കുന്നുണ്ടോ? ഇല്ല. അത് ഉപകരണങ്ങളിലേക്ക് മാറിയാലും വായന നടക്കുന്നുണ്ട്, വായന അസ്തമിക്കുന്നില്ല. അറബികളുടെ കാതുകളിലേക്ക് ആദ്യം മോദിക്കൊടുത്തത് ഈ 5 സൂക്തങ്ങളാണ്. അതിലാദ്യം അവർ കേൾക്കുന്നത്, ആ 5 എണ്ണത്തിൽ ആവർത്തിച്ച് കേൾക്കുന്നതും ഇഖ്റ എന്നാണ്. ഒരു തവണ അല്ലല്ലോ പറഞ്ഞത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ വറബ്ബുക്കൽ അഅലം. 2 വട്ടം പറഞ്ഞില്ലേ ഇഖ്റ? വായിക്കണം, പിന്നെയും പിന്നെയും ആവർത്തിച്ച് വായിക്കണം. വായിച്ചത് തന്നെ വീണ്ടും മനസ്സിരുത്തി വായിക്കണം, ഹൃദ്യസ്ഥമാകുന്ന രൂപത്തിൽ വായിക്കണം എന്ന് പഠിപ്പിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ പഠനവും യഥാർത്ഥ അറിവും ഒരു മനുഷ്യന് നൽകുന്നത് വായനയിലൂടെയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ അവരോട് പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുക.
എല്ലാവരും ഈ ആശയം കേട്ടപ്പോൾ അന്താളിച്ചു പോയി. എന്തൊരു പുതുമയുണ്ട്! വായിക്കാനാണ് പറയുന്നത്, പഠിക്കാനാണ് പറയുന്നത്. മനുഷ്യന് വികസനം ലഭിക്കാൻ ലോകത്ത് ഇതുപോലൊരാശയം വേറെയില്ല. വായിക്കാതെ വളരാൻ കഴിയുമോ സഹോദരങ്ങളെ? വികസിക്കാൻ കഴിയുമോ? പഠിക്കാതെ മനുഷ്യന് ഉന്നമനത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ? ഏത് തൊഴിലിനെ സംബന്ധിച്ച് ആളുകൾക്ക് വശമുണ്ടാകണമെങ്കിലും പഠനം വേണം, വായന വേണം. മറ്റുള്ളവർ വായിച്ചു കൊടുക്കുന്നത് വായിക്കാനും പഠിക്കാനും കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് കൽപ്പിക്കുന്നത്, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബിസ്മി ചൊല്ലി വായിക്കാൻ പറ്റുന്നത് മുഴുവനും വായിക്കണം, ആ പഠിക്കാൻ പറ്റുന്നത് മുഴുവനും പഠിക്കണം. ആ പഠനം കൊണ്ട് മാത്രമാണ് നിനക്ക് ഉന്നതനാകാൻ കഴിയുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. രണ്ടാമതായി പറയുന്ന വചനമില്ലേ, ശാസ്ത്രലോകത്തിന്റെ സങ്കല്പത്തെ മറികടന്ന വചനമാണ്. ശാസ്ത്രലോകം പറഞ്ഞിരുന്നു മനുഷ്യനുണ്ടായിത്തീരുന്നത്, ഒരു കാലത്ത് അവർ പുലമ്പിയിരുന്നു മനുഷ്യനുണ്ടായിത്തീരുന്നത് ഗർഭപാത്രത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഒരുമിച്ചുകൂടിയ ആർത്തവ രക്തത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉൽപാദനം എന്നവർ പറഞ്ഞിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ആ ചിന്താമണ്ഡലങ്ങളെ മുഴുവനും തിരുത്തി. പിന്നെ അവർ തിരുത്തേണ്ടി വന്നു, തിരുത്തി പറയേണ്ടി വന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അലഖ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു ജലം. അതിനാണ് മറ്റൊരു ഭാഷയിൽ നുത്ഫത്ത്, ബീജത്തുള്ളി എന്നോ ഇന്ദ്രിയത്തുള്ളി എന്നോ എന്നൊക്കെ പറയുന്നത്. ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ജലത്തിൽ നിന്ന്, ജലത്തിന്റെ ചെറിയൊരു കണികയിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ചത്. അവര് പറഞ്ഞിരുന്നു ആർത്തവം നിലച്ചിട്ട് ഒരു 7 മാസം 8 മാസക്കാലം ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആർത്തവ രക്തത്തിൽ നിന്നാണ് മനുഷ്യൻ ഉൽപാദനപ്പെടുത്തി പുറത്തേക്ക് വരുന്നത്. കുറെ കാലം അത് പറഞ്ഞിരുന്നു. പിന്നെ അവരത് തിരുത്തി. കാരണം ആ ആർത്തവ രക്തത്തിന് അതിനു മാത്രമുള്ള ഒരു കഴിവും ശക്തിയും ഇല്ലെന്ന് പരിശോധനയിലൂടെ തെളിഞ്ഞു. അതുകൊണ്ടല്ല മനുഷ്യന്റെ ഉൽപാദനം അല്ലാഹു തആല നടത്തിയത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവരൊരു ഭാഗത്തത് പറയുമ്പോൾ നമ്മൾ ഖുർആനിലൂടെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ചത് അലഖിൽ നിന്നാണ്. ഒട്ടിപ്പിടിക്കുന്ന ഒരു തരം ജലത്തിന്റെ കണികയിൽ നിന്ന്, ജലത്തുള്ളികളിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. അറബികളോട് ഈ വചനം ഓതി കൊടുക്കുന്ന സമയത്ത് അവർ അന്തം വിട്ടുപോയി. അറേബ്യൻ ലോകത്തെ അറബികൾ സാഹിത്യ സാമ്രാട്ടുകളാണ്. ഒരാളെ കണ്ടാൽ വർണ്ണിച്ച് അപ്പപ്പോൾ പാട്ട് പാടും, പേരൊന്നും അറിയണ്ട, അത്ര കഴിവുള്ളവരാണ്. നമുക്കൊന്നും ആ കഴിവില്ലല്ലോ. ഒരു മനുഷ്യനെ കണ്ടാൽ, ഒരു മരം കണ്ടാൽ, ഒരു രൂപം കണ്ടാൽ, ഒരു കാറ്റ് കണ്ടാൽ, ആ കാറ്റിനെയും ആ മരത്തിനെയും ആ കല്ലിനെയും ഉപമയാക്കി ചിത്രീകരിച്ച് വർണ്ണിച്ചങ്ങൾ പാട്ട് പാടിത്തരും. കേൾക്കാൻ നല്ലോണം, ആസ്വാദികർക്ക് ആസ്വാദനം നൽകുന്ന, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പഠനങ്ങൾ നൽകുന്ന നല്ല നല്ല പദ്യങ്ങൾ അവർ അവതരിപ്പിക്കും. അത് അവരുടെ കഴിവാണ്. ഒരാൾ വന്നിട്ട് അരവരി ചൊല്ലിയാൽ ആ അരവരിയുടെ ആശയം തെറ്റാതെ അടുത്ത ആള് പൂരിപ്പിക്കും. എത്ര കഴിവാണോ! ഇയാള് ചൊല്ലിന്റെ ബാക്കി തന്നെ ആണ്ടേ മറ്റാളും ചൊല്ലുന്നത്. ചെറിയ കഴിവൊന്നുള്ളത്. ഇമ്രുൽ ഖൈസ് എന്നറിയപ്പെടുന്ന വലിയൊരു കവി ഉണ്ടായിരുന്നു അറേബ്യൻ ലോകം. വലിയ കവിയാണ്. അദ്ദേഹത്തിന്റെ കവിതകളുടെ വരികൾ ഇന്ന് നമ്മുടെ കുട്ടികൾ, അഫ്ളലുൽ ഉലമക്ക് പഠിക്കുന്ന കുട്ടികൾ അതിന്റെ ചെറിയ വരികളൊക്കെ, ശകലങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അറേബ്യൻ ലോകത്ത് അറിയപ്പെട്ട സാഹിത്യ കവിയാണ് ഇമ്രുൽ ഖൈസ്. ആ ഇമ്രുൽ ഖൈസിനെ, അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പാരപണിയുന്ന ആളുകൾ, ദേഷ്യം വെക്കുന്ന ആളുകൾ, രണ്ടാളുകൾ അയാളെ കൊന്നിട്ട് ഇമ്രുൽ ഖൈസിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന്
ഇമ്രുൽ ഖൈസിന്റെ പെൺമക്കളെ വിളിച്ചിട്ട് ഈ ആളുകൾ പറയാണ് അരവരി പറഞ്ഞു നിർത്തി. ഇമ്രുൽ ഖൈസിന്റെ മക്കളെ, പുത്രിമാരെ നിങ്ങളുടെ ബാപ്പ എന്ന് പറഞ്ഞു നിർത്തിയപ്പോ ഈ വീട്ടിലുള്ള മക്കൾ പൂരിപ്പിച്ചു കൊടുത്തു ബാക്കി ബാപ്പ. അതിന്റെ വാക്യം എന്താ? ഖതീലുൻ, കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊന്ന ആളുകളാണ് മുന്നിൽ വന്ന് പാടുന്നത്. എന്താണ് അവരുടെ ആ നിർമ്മാണത്തിന്റെ ഒരു കഴിവ്? അറബി വാസനയുടെ ഒരു കഴിവെന്താണ്? പക്ഷെ ആ അറേബ്യൻ ലോകത്തുള്ള മുഴുവൻ ബുദ്ധിരാക്ഷസന്മാരും അന്തം വിട്ടുപോയൊരു വചനമാണ് അലഖ്. ഒരു ചോദിച്ചു, എന്താണ് ഈ അലഖ്? കുറെ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അറബിയിൽ. എന്താണ് ഈ അലഖ്? റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യ നിർമ്മാണത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിന്റെ ഉൾഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ചെറിയ തുള്ളിയുടെ ഒന്നോ രണ്ടോ അംശമെടുത്ത് യോജിപ്പിച്ച് അത് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക്, ഖറാറിൻ മക്കീൻ, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ആ ഒരു വിഷയത്തെ പറ്റി അല്ലാഹു 3 അക്ഷരത്തിൽ ഒതുക്കി പറഞ്ഞു, അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവർ അന്തം വിട്ടുപോയി. എന്തെല്ലാം നമ്മൾ കേൾക്കലുണ്ട്. പക്ഷെ ആദ്യം തന്നെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് വലിയ ഒരു ശാസ്ത്ര ലോകത്തുള്ള അഭ്യൂഹങ്ങളെ മുഴുവനും കടത്തിവെട്ടിയുള്ളൊരു യാഥാർത്ഥ്യത്തെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പ്രദേശത്ത്, ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞർ മുഴുവനും പറഞ്ഞിരുന്നു, ഒരു കാലത്ത് മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത് സ്ത്രീകൾക്ക് ഗർഭധാരണം ഉണ്ടാകുന്ന സമയത്ത് ആർത്തവ രക്തം പുറപ്പെടൂല. ആ കെട്ടി നിൽക്കുന്ന ആർത്തവ തുള്ളികളിൽ നിന്നാണ് മനുഷ്യൻ ഉൽപാദകനായി വരുന്നത് എന്നവർ പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വചനത്തിൽ നിന്നാ തിരുത്തിയത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അലഖിൽ നിന്ന് എങ്ങനെ സൃഷ്ടിച്ചു എന്നവർ ചോദിക്കുന്നുണ്ട്. ഖുർആൻ അവരോട് മറുപടി പറയുന്നുണ്ട്. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ മുദ്ഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതിശയിച്ചുപോയി. ഈ സൂറത്തുൽ മുഅ്മിനൂനയിലെ ഈ സൂക്തം കണ്ടിട്ട് അവർ ചിന്തിച്ചുപോയി. അല്ലാഹു തആല പറയുന്നു, സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖ. ബീജത്തുള്ളിയെ നമ്മളൊരു രക്തക്കട്ടയാക്കി മാറ്റി. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്ന ടൈം നോക്ക് നിങ്ങൾ. അല്ലാഹു സംവിധാനിച്ച ടൈം, വികസനങ്ങൾ വന്ന ശേഷം അതൊരു രക്തപിണ്ഡമായി മാറി, രക്തക്കട്ടയായി മാറി. ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ. ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ രക്തക്കട്ടയെ ഒരു മാംസകഷ്ണമാക്കി മാറ്റി. ഫഖലഖ്നൽ മുദ്ഗത ഇളാമാ. പിന്നെ ആ മാംസകഷ്ണം വികസിച്ചു വന്നപ്പോൾ വിവിധ ഭാഗങ്ങളിൽ എല്ലുകൾ അല്ലാഹു തആല ഘടിപ്പിച്ചു വെച്ചു. വാരിയെല്ലും തോളെല്ലും തുടങ്ങിയുള്ള എല്ലുകളൊക്കെ ഘടിപ്പിച്ചു വെച്ചു. ഫകസൗനൽ ഇളാമ ലഹ്മാ. ആ എല്ലുകളെ ഇറച്ചി കൊണ്ട് നമ്മൾ ആവരണം ചെയ്തു. ഇറച്ചി കൊണ്ടങ്ങ് പൊതിഞ്ഞു. പൊതിഞ്ഞ് രൂപപ്പെടുത്തിയപ്പോ 4 മാസമായി. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. പിന്നെ ഒരു വേറിട്ട രൂപം നമ്മൾ അതിന് സൃഷ്ടിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളോട് സമമാകുന്ന ഒരു രൂപം ലോകത്തുണ്ടോ? ഉണ്ടോ? ഒരാളോട് സാമ്യമാകുന്ന ഒരാളെ പോലെ എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന മറ്റൊരാളുണ്ടോ? അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യം ഇത് കേട്ട് പഠിക്കുന്ന ആളുകൾ ചിന്തിച്ചു പോവുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയകൾ നടത്തിയ ശേഷം സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. ഒരു വേറിട്ടുള്ള രൂപം നമ്മൾ അതിന് നൽകി. ഈ ഉപ്പക്കുണ്ടായ ആദ്യത്തെ മോന്റെ രൂപമല്ല രണ്ടാമത്തെ മോന്, അതേ ഭാവമല്ല മൂന്നാമത്തെ മോന്. 10 മക്കൾക്കും ഒരേ രൂപമാണോ?
ഒരജബാണ്. ഇത് കേൾക്കുന്ന ആള് പറയണം, പറയേണ്ടി വരും. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങനെ പുതുമയിലും ഇങ്ങനെ വേറിട്ട രൂപത്തിലും സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ്. ഫതബാറകല്ലാഹ്, അവൻ അനുഗ്രഹീതനായിരിക്കുന്നു, അവൻ ഏറ്റവും മഹത്വമുള്ളവനായിരിക്കുന്നു.